ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ അപർണ വാസി. ഇന്ന് എൻ്റെ ചെക്കപ്പ് ഡേ ആണ്. നമുക്കൊരു ചെക്കപ്പിന് പോയിട്ട് വരാം. ഫസ്റ്റ് ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. അപ്പം ഞാനിത് ഓൾറെഡി സോങ് വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു സോങ് സെലക്ട് ചെയ്യാനൊരു ഇത് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വോയിസ് കൊടുക്കാം. അടുത്ത ഇതാണ് ഇത് സംഭവം. ഷോർട്സിൽ ഇടുമ്പോഴാണല്ലോ നമുക്ക് സോങ് ഇടുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. നല്ല മഴയായിരുന്നു. ഇത് 25-ാം തീയതി കൺസൾട്ടിങ് ആണ് കേട്ടോ. ഇപ്പം എനിക്ക് 9 മാസം സ്റ്റാർട്ട് ആകുന്നു ഗൈസ്. 33 വീക്സ് ആയിന്ന് ഡോക്ടർ അവിടെ പോയപ്പോൾ പറഞ്ഞു. ഇനി നമുക്ക് ക്രൂഷ്യൽ പീരീഡാണ്, എപ്പോൾ വേണമെങ്കിലും ബേബി വരാം. അപ്പം നമ്മൾ അതിൻ്റേതായുള്ള ഓരോ ഒരുക്കങ്ങളിലാണ്. ഇതിപ്പോൾ ഞാൻ അന്ന് ഹോസ്പിറ്റലിൽ പോയി ഇറങ്ങിയപ്പോൾ എനിക്കന്ന് ഒരുങ്ങാൻ തോന്നി. അങ്ങനെ ഞാൻ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ ട്രൈ ചെയ്ത ചുമ്മാ വെറുതെ രസം. അങ്ങനെ ഗെറ്റ് റെഡി ഒക്കെ ആയി. ഞാൻ സ്വന്തമായിട്ടൊക്കെ ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് മേക്കപ്പ് ചെയ്യും കേട്ടോ. അപ്പം അതിന് പ്രോഗ്രാമിനൊക്കെ വേണ്ടിയിട്ട് മേടിച്ച സാധനങ്ങളൊക്കെയാണ്. അപ്പം അതൊക്കെ ചുമ്മാ എടുത്തിട്ട് ഒരുങ്ങും. സംഭവം എനിക്കിപ്പോൾ നല്ല ശ്വാസം മുട്ടലൊക്കെ തോന്നാറുണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ കണ്ണൊക്കെ എഴുതി ഒരുങ്ങി. അപ്പം നമുക്ക് ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് 3 മണിക്കാണ് കൺസൾട്ടിങ്. റൂമിലാണ് ഡോക്ടറിനെ കാണാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി അത് കഴിഞ്ഞ് അമ്മമ്മേടെ അടുത്ത് പോകണം, അമ്മമ്മ അച്ഛനെ കാണാൻ പോകണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. സംഭവം നല്ല മഴയുണ്ട്, പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷെ നമ്മൾ ലാസ്റ്റ് പോയായിരുന്നു. അവിടെ വെച്ചാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. അതിന് ശേഷം ഞാൻ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചാൽ പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നിയില്ല. അങ്ങനെ ഞാൻ റെഡിയായി. ഇത് കുറച്ച് നീളമുണ്ട് മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ. അതിനിടയ്ക്ക് ഞാൻ എന്ത് വോയിസാണ് നിങ്ങൾക്ക് ഇടേണ്ടതെന്ന് ഭയങ്കര ഡൗട്ടാണ് കേട്ടോ. ഞാൻ ഈ വോയിസ് ഇടുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് സാധാ ഷോർട്സിലൊക്കെ നമ്മൾ കാണത്തില്ലേ നല്ലവണ്ണം വോയിസ് അറിയുന്നത്, അതുപോലെ ഒരു വോയിസിൻ്റെ ഒരു എഫക്റ്റ് എനിക്ക് കിട്ടുന്നില്ല. കേൾക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷേ എനിക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുന്നില്ല. അപ്പം എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ റെഫർ ചെയ്യാറുണ്ട്. ഇങ്ങനെ പറയണം, എന്ത് പറയണം. പക്ഷെ ഞാൻ എത്ര പറഞ്ഞാലും നമ്മുടേതായ ഒരു ശൈലി ഉണ്ടല്ലോ, അതിൽ മാത്രമേ നിൽക്കുന്നുള്ളൂ. എനിക്ക് എക്സ്ട്രാ ഒന്നും ഇടാനും പറ്റുന്നില്ല, എന്നാൽ എക്സ്ട്രാ ഒന്നും കുറയ്ക്കാനും പറ്റുന്നില്ല. ഈ ഒരു ടോണിലാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ എന്താണെന്നറിയത്തില്ല. പിന്നെ കുറച്ചും കൂടി വ്യത്യാസങ്ങളൊക്കെ വരുത്തണം എന്നുണ്ട്. അപ്പം അതിനിടയ്ക്ക് ചേട്ടൻ ബാക്കിൽ വന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് ഞാൻ പുറമൊക്കെ കഴിയും റെഡിയായി മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ആൾ കുളിക്കാനായിട്ട് പോയത്. അത് അവിടെ കൂടെ നടക്കുന്നതുകൊണ്ടാണ്. അതിനിടയ്ക്ക് ഞാൻ തലമുടി ഹെയർ സ്റ്റൈലൊക്കെ പരീക്ഷയായിരുന്നു, ഒന്നും നടന്നില്ല. അതിനുശേഷം നോർമൽ എപ്പോഴും കെട്ടുന്ന പോലെ ഒരു ഹെയർ സ്റ്റൈലും കെട്ടിയാണ് കേട്ടോ ഞാൻ തിരിച്ചു പോയത്. പിന്നെ ഇതിനകത്ത് ഇപ്പം നിങ്ങൾ മറ്റേ ഇൻഫിനിറ്റി പെയിൻറ്റർ വഴിയൊക്കെ ചെയ്യില്ലേ, സംഭവം ഒന്നും എനിക്ക് സെറ്റ് ആകത്തുണ്ട്. ഇൻഷോട്ടിൽ നിന്നൊരു സെറ്റ് സാധനങ്ങളൊക്കെ ചെയ്താണ് കേട്ടോ ഇപ്പം ഞാൻ വീഡിയോയിൽ ഓരോന്നൊക്കെ എഴുതി വെച്ചേക്കുന്നത്. അത് എഴുതാൻ കിട്ടിയപ്പോഴത്തേക്കും പിന്നെ കുറച്ചില്ല, ഇടയ്ക്കിടയ്ക്ക് എവിടെ വയ്ക്കുമോ ഞാൻ ഓരോന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഒരു കറുത്ത പൊട്ട് വെച്ചു, പിന്നെ തലയൊക്കെ കെട്ടി റെഡിയായി പോയി. കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം എനിക്ക് ഇനി സ്റ്റാൻഡും റിംഗ് ലൈറ്റും ഒക്കെ മേടിക്കണം. ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് ഒരിടത്ത് കൊണ്ട് സെറ്റ് ചെയ്ത് പിടിക്കുന്നതാണ്. പിന്നെ നമ്മൾ ബൈക്കിലാണ് പോയത്, ബൈക്കിലല്ല ആക്റ്റീവയിൽ. ഹോസ്പിറ്റലല്ല റൂമിലെത്തി. അവിടെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അവിടുത്തെ സിസ്റ്റർ എനിക്ക് അകത്ത് ഒരാളെ വിട്ടിട്ടാണ് നമുക്ക് വന്ന് BP ഒക്കെ ചെക്ക് ചെയ്യുന്നത്. കുറച്ച് കുശലമൊക്കെ അന്വേഷിച്ചു. നമ്മൾ രണ്ടുപേരും നല്ല കമ്പനിയാണ്. അവിടുത്തെ സിസ്റ്റർ ഞാനും കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ്റെ അടുത്ത് ഞാൻ വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ടാണ് അവിടെ പോയിരുന്നത്. അവനെന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത്. സോ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടാണ് അവിടെ പോയിരുന്നത്. പിന്നെ BP നോക്കി, BPക്കൊന്നും കുഴപ്പമില്ല. മുന്നത്തെക്കാട്ടി ഹെൽത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നെ വെയിറ്റ് 1 കിലോ എന്തോ കുറഞ്ഞിട്ടുണ്ട്. അത് വലിയ പോയിന്റ് വ്യത്യാസമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഉറക്കമൊക്കെ കുറവാണ്, അപ്പോൾ അതുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു. വേറെ സീനൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഓക്കെ ആണ് ചെക്കപ്പിലൊക്കെ. അത് കഴിഞ്ഞ് അമ്മാമ്മയുടെ അടുത്തേക്ക് പോയി. കുറേ നാൾക്ക് ശേഷമാണ് അമ്മാമ്മയെ, കാരണം അവർക്ക് വയ്യാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റുന്നില്ല. അപ്പം അമ്മാമ്മയുടെ അടുത്ത് പറയാതെ പോയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആളുടെ ഫേസിലുണ്ട്. ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിക്കുന്നതാണ്. അപ്പം